പിന്നെ ഉള്ളത് STP ആണ്. നിങ്ങൾ ഇതുവരെ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു വാർത്ത കൊടുത്തോ എനിക്കറിയില്ല. നാട് നീളെ പ്രസംഗിക്കുന്ന അവർക്ക് പിണറായിസും ഇല്ല, എന്താ പറയുക, ഈ ഭരണത്തിലെ മനുഷ്യന്മാരുടെ കഷ്ടപ്പാടുമില്ല. PV അൻവറിനെ തെറി പറയാ. PV അൻവർ എന്തിനു രാജിവെച്ചു? PV അൻവർ എന്തിനു രാജിവെച്ചു? ഒരാളും ബാക്കിയില്ല. അതേപോലെ BJP അപ്പുറത്ത്. അപ്പം ഒരാളും ഇവിടുത്തെ ഈ ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങൾ അഡ്രസ് ചെയ്യുന്നില്ല. ജനങ്ങളുടെ എക്സിസ്റ്റൻസിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജനവും ജനവിരുദ്ധരും തമ്മിലുള്ള പോരാട്ടം എന്ന് ഞാൻ പറയുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പ്രവർത്തകരെവിടെ, നിങ്ങളുടെ വർക്ക് എവിടെ? ഈ മണ്ഡലത്തിലെ വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയുന്നു, 23-ാം തീയതി പെട്ടി എണ്ണുമ്പോൾ PV അൻവർ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അടിവരയിട്ട് വെച്ചോ. ഈ മണ്ഡലത്തിന്റെ ഓരോ വീട്ടിലും ഒന്നിൽ കുറയാത്ത എൻ്റെ പ്രവർത്തകരുണ്ട്. അവര് ആ വീടും ആ പരിസരത്ത് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരാൾക്കും കാണാൻ കഴിയില്ല. അല്ലെങ്കിൽ ആ വീട്ടിന്റെ ഉള്ളിൽ മാത്രമാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ ചെറുപ്പക്കാരതിനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇന്ന് സത്യത്തിൽ ഞങ്ങൾ നടത്താനിരുന്ന എന്താ പറയുക റോഡ് ഷോ, കൊട്ടിക്കലാശം, മിനിഞ്ഞാന്നത്തെ റോഡ് ഷോയിൽ തന്നെ സ്ത്രീകൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ നമ്മൾ സൗകര്യം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞാണ്. അപ്പം സ്വാഭാവികമായും ആ ക്ലൈമറ്റും കാര്യം കൊണ്ട് സഹോദരിമാരെ ഈ ബൈക്കിൽ ആങ്ങളായാലും ഭർത്താവായാലും കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു അപകടാവസ്ഥ ഉണ്ടായാലും ഇതെല്ലാം കൂടെ സ്ട്രക്ക് ആവുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ നിർബന്ധമായിട്ട് ഈ കൊട്ടിക്കലാശത്തിന് ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ആയിരക്കണക്കിന് സ്ത്രീകൾ റെഡിയായി നിൽക്കുകയാണ്. പക്ഷെ എന്താ അറിയോ, ആ കൊട്ടിക്കലാശത്തിന്റെ മുന്നിൽ ഞാൻ വന്ന് നിൽക്കണം. അതൊരു വലിയ ശക്തമായ, ഇവർക്ക് പിടിച്ചു കെട്ടാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ജനക്കൂട്ടമായി മാറും എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. ആ റിപ്പോർട്ടിന്റെ ഫലമായിട്ടാണ് ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. കേരളത്തിലെ 957 ശേഷമുള്ള എല്ലാ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങളും കൂടി പരിശോധിച്ച് നോക്കിയാൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിടത്തും കൊട്ടിക്കലാശം സ്പ്ലിറ്റ് ചെയ്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. 2 കൊട്ടിക്കലാശം ഉണ്ടാക്കിയാൽ ഞാൻ എവിടെ പോയി നിൽക്കും? സ്ഥാനാർത്ഥി എവിടെ പോയി നിൽക്കും? ഒരു സ്ഥലത്ത് പോയാൽ അപ്പുറത്ത് പരാതി, വിഷമം, ഇപ്പുറത്ത് വന്നാൽ ഇതേ സ്ഥിതി. അപ്പം ഇവിടെ ഈ സ്ത്രീകൾ ഒന്നായിട്ട് ഇതിനിറങ്ങുകയാണ്. കൊട്ടിക്കലാശത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അമ്മമാരും സഹോദരിമാരും പങ്കെടുക്കുന്ന ഒരു കൊട്ടിക്കലാശമായി ഇത് മാറും എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തത്. ആ സ്പ്ലിറ്റ് ചെയ്ത് കണ്ടോടുകൂടി നമ്മളത് അവസാനിപ്പിച്ച് എനിക്കും തോന്നി, എനിക്കിതിൽ മൊത്തം ഉള്ളത് ദൈവസഹായമാണ്. ആകാശത്തു നിന്നാണ് എനിക്ക് സഹായം വരുന്നത്. അപ്പൊ എനിക്ക് അതൊരു സഹായമായിട്ട് തോന്നി. കാരണം ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ കെട്ടിമറിഞ്ഞതിന് പോകും പ്രവർത്തകർക്ക്. ഇത് കഴിഞ്ഞ് വൈകുന്നേരം എത്തുമ്പോഴേക്ക് ക്ഷീണിതരാണ്. മിനിയാത്ത ക്ഷീണം തന്നെ മാറിയ ആളുകൾ ഇന്ന് ഒരു 10 മണിക്ക് ശേഷമാണ് ഫീൽഡിൽ ഇറങ്ങുന്നത്. അപ്പൊ ഇനിയൊരു ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ ഇന്നത്തെയും നാളത്തെയും ഫീൽഡ് വർക്ക് വളരെ ബുദ്ധിമുട്ടാകും. കാരണം നമുക്ക് ലിമിറ്റഡ് പ്രവർത്തകർ മാത്രമേ പുറത്തിറങ്ങാനുള്ളത്. അവരും കൂടി സ്ട്രക്കായാൽ ഇവിടെ കൊട്ടിഘോഷം നടക്കുമ്പോഴും അവർക്ക് പ്രവർത്തിക്കാനും MLA-മാരും MP-മാരൊക്കെ ഫീൽഡിൽ എപ്പോഴും ഈ 139 MLA-മാരോടും 10-30 MP-മാരോടും അന്യ സംസ്ഥാന മുഖ്യമന്ത്രിമാരോടും നേരിടാനും ഞാനൊരു മനുഷ്യനാണ്. നിങ്ങളോട് വർത്തമാനം പറയാൻ ഞാൻ വേണം, ഇലക്ഷൻ വർക്ക് നടത്തണമെങ്കിൽ ഞാൻ വേണം, ഇത് ഓർഗനൈസ് ചെയ്യണമെങ്കിൽ അത് വേണം, നോട്ടീസ് അടിക്കണമെങ്കിൽ എന്താ എഴുതണമെന്ന് നോക്കണം, പോസ്റ്ററിന്റെ ഡിസൈൻ നോക്കണം, IT-യിലുള്ള പ്രൊഫഷണലുകളുമായി സംസാരിക്കണം. ഒരു മനുഷ്യനും ചെയ്യുന്നതിന് പരിധിയില്ലേ. 100 ആളെ പണി ഒരു ദിവസം എടുക്കുന്നുണ്ട്. 2 മണിക്കൂറിലധികം ഇത്രയും ദിവസമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൂടി എൻ്റെ പ്രവർത്തകരെ അതിലേക്ക് കൊണ്ടുപോയിട്ട് ആ നായാട്ടിന്റെ ഭാഗമായി ഉള്ള ശേഷിയും കൂടിയും അവരുടെ ഉറക്കും ആരോഗ്യവും സമ്പത്തും ഇതിന് ചെലവഴിക്കേണ്ട എന്നുള്ള ഉത്തമ ബോധ്യത്തോട് കൂടിയിട്ടാണ് ഇത് സ്പ്ലിറ്റ് ചെയ്തതോടുകൂടി. അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ നടത്തുമായിരുന്നു. കാരണം അത് കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അമ്മമാരും സഹോദരിമാരും പങ്കെടുക്കുന്ന ഏറ്റവും വലിയൊരു ജനക്കൂട്ടം, കേരളത്തിലെ ചരിത്രത്തിൽ കാണാത്തൊരു ജനക്കൂട്ടത്തെ നിലമ്പൂരിൽ ഞങ്ങൾ അണിനിരത്തിയിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ചോദിക്കാം വല്ലതും ഉണ്ടെങ്കിൽ. കലാശക്കൂട്ട് നമ്മൾ പ്രവർത്തകരൊക്കെ ഫീൽഡിലാണ്. ഞാൻ മാത്രമല്ല ഇവിടെ ഉള്ളൂ. നമ്മളെ 3-4 അസിസ്റ്റൻസ് വേറെ ആരെയും കാണുന്നുണ്ടോ? നമ്മൾ വീട് കയറി വോട്ട് വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ കുറെ പുറകിലാണല്ലോ ആ വീട് കയറല്ലേ. ആ
എന്താ പറയുക, അത് ഇന്നും നാളെയായിട്ട് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യും. ഇവിടെ എല്ലാം പോസിറ്റീവാണ്. മനുഷ്യനെ സ്നേഹിക്കുന്ന, മനുഷ്യരുടെ ഹൃദയത്തിൽ കാരുണ്യം അവശേഷിക്കുന്ന എല്ലാ രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരും ഈ മലയോര വിഷയത്തിൽ ജനങ്ങൾ അങ്ങേയറ്റത്തെ കഷ്ടപ്പാടിലും ദുരിതത്തിലുമാണെന്നും വരാനിരിക്കുന്ന കേരളം മൃഗങ്ങളുടെ നാടായി മാറുമെന്ന ബോധ്യം അവർക്കുണ്ട്. ഈ പറയുന്ന രണ്ട് മുന്നണികളും അതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ള ഉത്തമ ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് മനുഷ്യത്വമുള്ള സകല നേതാക്കളും ഈ വിഷയത്തിൽ ആ വിഷയം ഏറ്റെടുത്ത് അതിന് റിസ്ക് എടുത്ത് നിങ്ങൾ തന്നെയാണ് പോയത്. നിലമ്പൂരിൽ നിങ്ങൾ തന്നെയാണ് ജയിക്കേണ്ടത്. അതിലൊരു ആർക്കും ഒരു രാഷ്ട്രീയമില്ല. നിലമ്പൂരിലെ ജനങ്ങളിലെ 80% ആളുകളും ഈ വിഷയത്തിൽ അവനവന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം. ഈ വിരുന്ന് വന്ന ആൾക്കാരുണ്ടല്ലോ ഇപ്പോൾ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ മന്ത്രിമാരും, അവരൊക്കെ ഒന്ന് വൈകുന്നേരം 5 മണിക്ക് സ്ഥലം വിടും. ഒരാളെ തെരഞ്ഞാൽ കാണൂല, വിളിച്ചാൽ എടുക്കൂല. ഇപ്പൊ അടുക്കളയിൽ വന്ന് കാല് പിടിച്ച് കരയുന്ന കാണുന്നുണ്ടല്ലോ. അതിന് തന്നെയാണ് PV അൻവർ രാജിവെച്ചത്. എന്തിനാ അൻവർ രാജിവെച്ചത്? ഇതിന് തന്നെയാണ്. ഈ മലയോര വിഷയം ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഈ വിഷയം ചർച്ച ചെയ്യാതെ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു മുന്നണി 2026 ഇവിടെ ജയിച്ചു കയറുന്ന ഞങ്ങൾക്കൊന്ന് കാണണം. കേറില്ല. 1.5 കോടി ജനണ്ട് നേരിട്ട് ഈ വന്യജീവി ആക്രമണത്തിനും അവരുടെ കൃഷിനാശത്തിനും വിധേയമായവര്. അവരെ സംഘടിപ്പിക്കും. 23-ാം തീയതി റിസൾട്ട് വന്നാൽ 24-ാം തീയതി എനിക്ക് ജീവനിൽ കൊക്കിൽ ജീവൻ ഉണ്ടെങ്കിൽ ആ യുദ്ധത്തിൽ ഞങ്ങൾ പുറപ്പെടും. ഈ ജനങ്ങളെ മുഴുവൻ റോട്ടിലേക്ക് നമ്മൾ ഇറക്കും. 1,20,000 കോടി രൂപ അവിടെ ചെലവാക്കുന്ന പിണറായി അവകാശവാദം നടത്തി നടക്കുന്നത്. ആകെ 3,000 കോടി രൂപയാണ് ഈ നാട്ടിലെ ഈ 1.5 കോടി ജനങ്ങളുടെ എന്താ പറയുക ജീവൻ രക്ഷിക്കാൻ വേണ്ടത്. 1 കിലോമീറ്ററിന് 3 കോടി രൂപ ചെലവഴിച്ചാൽ ഒരു മൃഗത്തിന്, ഒരു ആനക്കും, ഒരു കടുവക്കും, ഒരു എന്താ പറയുക കാട്ടുപൂച്ചക്ക് കൂടി ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയില്ല. മനുഷ്യനെയും മൃഗങ്ങളെയും വേർതിരിക്കണ്ടേ? ഓല് വനവൽക്കരണം നടത്തിക്കോട്ടെ, ഓക്സിജൻ ഉണ്ടായിക്കോട്ടെ, ഈ പറയുന്ന കാർബൺ ഫണ്ട് അടിച്ചു മാറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. കാർബൺ ഫണ്ട് മുഴുവൻ അടിച്ചു മാറ്റുകയും അതിന് എന്താ പറയാ ആ ഫണ്ടിൽ 100 രൂപ പോലും ഈ വനമേഖലയിൽ ഉപയോഗിക്കാതെ നിന്നിട്ട് മനുഷ്യനെ നിർബന്ധിത എന്താ പറയാ എവിക്ഷൻ, ഇറങ്ങിപ്പോക്കിന് വിധേയരാക്കുന്ന ഈ ഒരു രീതി കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു. അതിവിടെ സംഭവിക്കാൻ പോകുന്നതാണ്. അത് നമ്മൾ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓ, എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അധിക സ്ഥലത്ത് എത്തേണ്ട കാര്യമില്ല. ഞാനിപ്പോ ഇന്ന് മണ്ഡലത്തിലല്ലോ, ഞാൻ കേന്ദ്രത്തിലോ എന്താ പറഞ്ഞിന്ന് വാട്ട് എവർ ഇറ്റ് മേ ബി. ഞാനില്ലല്ലോ. ഞാൻ ഇന്നലെ വൈകുന്നേരം 9 മണിക്ക് മണ്ഡലത്തിൽ നിന്ന് ഇറങ്ങിയ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കാണുമോള്? അല്ല, ഇനി മണ്ഡലത്തേക്ക് പോകും. മണ്ഡലത്തിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് പോകും, വീണ്ടും അകത്തേക്ക് വരും. നമ്മൾ പലരെയും കാണുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഒരാളെ പേര് ചോദിച്ചാൽ കണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞുതരാം. അതങ്ങനെ പലരെയും കാണുന്നത്. ഇവരൊക്കെ പിന്നെ ഇപ്പോ പേപ്പറൊന്നുമില്ല. പേപ്പർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ സ്വകാര്യമൊന്നുമില്ല. നാട് നിങ്ങളെ നമ്മളെ ബോർഡ് കീറിക്കൊണ്ടിരിക്കുക. കീറിക്കോട്ടെ. അതില് പിന്നെ വിശ്വകർമ്മന്റെ ഒരു ഒറിജിനൽ ടീം നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കുറെ ദിവസമായിട്ട്. ഏതിന്റെ? പട്ടികജാതി ക്രിസ്ത്യൻ. വിശ്വകർമ്മയല്ല, ഇത് മറ്റൊരാണ്. അപ്പം ഇങ്ങനെ പലരും നമുക്ക് പിന്തുണ നൽകി ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെയാണ് ഇതിന്റെ വസ്തുതകൾ. കുറെ കാലം PV അൻവറിനെ വർഗീയവാദിയാക്കാൻ നോക്കി തുടക്കത്തിൽ, അത് പരാജയപ്പെട്ടു. ഇപ്പൊ ജൂദാസാക്കാനുള്ള ശ്രമമാണ്, അതും പരാജയപ്പെട്ടു. ഇനിയിപ്പോ ഈ 23-ാം തീയതി കഴിഞ്ഞാൽ ഏത് വാക്കാണ് അവര് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. എന്തൊക്കെ അവർ ഉപയോഗിച്ചാലും എന്തൊക്കെ അവർ പറഞ്ഞാലും ഒരു സത്യം ഇവിടെ ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അത് പിണറായിസത്തിനെതിരെയുള്ള ഒരു എന്താ പറയുക ആളുകളുടെ ഒരു പൊതുവികാരമാണ്. ഇവിടെ ഈ ഗവൺമെന്റിനെതിരെ നശിച്ച ഗവൺമെന്റ്, ദുഷിച്ച ഗവൺമെന്റ്, ഏറ്റവും ദുരിതം പേറിയ ഗവൺമെന്റ് എന്നൊക്കെ പറയുമ്പോഴും ജനങ്ങളെടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടവർ അതിൽ എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇങ്ങനെ പറഞ്ഞെടുത്ത് ഉറച്ചു നിൽക്കുന്നു. 75,000-ൽ കുറയാത്ത വോട്ട് മനുഷ്യർ PV അൻവർ എന്ന നാമത്തിന് നേരെ ഈ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തും. എങ്ങനെ രണ്ടാം സ്ഥാനം? അതാരായാലും എന്താ? ഒന്നാമത്തെ കാര്യം, രണ്ടാമത്തെ പിന്നെ നമ്മൾ ആരെയും ഓർക്കലുണ്ടോ?
പിന്നെ മൂന്നാരെന്ന് അന്വേഷിക്കുമോ? അതിലൊരു കാര്യമില്ല. ജനാധിപത്യത്തിൽ ജയിച്ചു, തോറ്റവരൊക്കെ ഒരേ കാറ്റഗറിയിലാണ്. അത് ആരും മൈൻഡ് ചെയ്യില്ല. എനിക്ക് തന്നെ അറിയില്ല. ഇപ്പൊ നിങ്ങളൊരു 10 അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പോ 15 കൊല്ലം മുമ്പ് 3 ടേമിന് മുമ്പ് മത്സരിച്ച് ജയിച്ച് നിൽക്കുന്ന സ്ഥാനാർത്ഥിയോട് നിങ്ങളുടെ എതിരാളി എന്ന ആരാ മത്സരിച്ച് ചോദിച്ചാൽ ഇങ്ങനെ ഒരു 10 സംഖ്യന്റെ ആലോചിക്കേണ്ടി വരും.